ഇന്ന് നമ്മൾ തായ്ലൻഡിലേക്ക് ട്രിപ്പ് പോവാണ് കേട്ടോ. അതിനുവേണ്ടി ബാഗ് പാക്ക് ചെയ്യുന്ന തത്രപ്പാടിലാണ്. പെട്ടെന്ന് തന്നെ ഞാൻ റെഡി ആയിട്ട് ഒരു 2, 2:30 ആകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. കാരണം കൊച്ചിയൊക്കെയാണ്, വല്ല ബ്ലോക്കും വന്നാൽ പണി കിട്ടും, ഫ്ലൈറ്റ് മിസ്സാവും, ആകെ ഗുലുമാലാവും. അതുകൊണ്ട് ചടപടാന്ന് ഞാൻ പെട്ടെന്ന് റെഡിയായി നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഒരു ജ്യൂസൊക്കെ കുടിച്ച് കടിയൊക്കെ കഴിച്ചു. പിന്നെ എയർപോർട്ടിൽ കയറുന്നതിന് മുന്നേ ഡിന്നറൊക്കെ കഴിച്ച് അതിനുശേഷം ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ബോർഡിംഗ് പാസ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മൾ കാർത്തിക് സൂര്യയെ കണ്ടു കേട്ടു. നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. ഞങ്ങൾ ആളുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ആളുടെ ഫാമിലി ഉണ്ടായിരുന്നു. ബോർഡിംഗ് പാസ് എടുത്ത് അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലൈറ്റ് വന്നു. ഒരു 11 മണിയോട് കൂടി നമ്മുടെ ഫ്ലൈറ്റ് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഇരിപ്പുറപ്പിച്ചു. പിന്നെ രാത്രി വിശേഷങ്ങളൊന്നുമില്ല, നമ്മൾ കിടന്നുറങ്ങാൻ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് വെളുപ്പിന് ഒരു 3, 3:30 കൂടി ബാങ്കോങ് എയർപോർട്ടിൽ ചെന്ന് കേട്ടോ. അവിടെ ചെന്ന് എയർപോർട്ടിൽ തന്നെ നമ്മൾ ഫ്രഷ് ആയിക്കൊണ്ട് നേരെ സൂയിലേക്ക് പോയി. നമ്മുടെ വണ്ടി വന്നു കേട്ടോ. അപ്പോഴേക്കും പിന്നെ നമ്മൾക്ക് ഒരു 3 മണി കൂടിയാണ് റൂമിൽ ചെക്ക് ഇൻ. അതുകൊണ്ടാണ് എയർപോർട്ടിൽ നിന്ന് ഫ്രഷായി നേരെ പോയത്. നേരെ ടൈഗർ ടോപ്പിയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ചെന്ന് ആദ്യം ഫുഡ് അടിക്കുകയാണ് കേട്ടോ ചെയ്തത്. അവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റ് കയറി ബൊഫേ സെറ്റപ്പോടുകൂടി സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ കിട്ടുന്ന നല്ല ഇഷ്ടംപോലെ ഡിഷസ് ഒക്കെയുള്ള നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ നമ്മളവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഒരു ചേച്ചി എപ്പോഴും കേട്ടോ. അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് അവരോട് ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നമ്മൾ ഇറങ്ങി നേരെ ബിഗ് ടൈഗറിൻ്റെ ഫോട്ടോ എടുക്കാൻ പോവാണ്. 400 ബാത്താണ്. അവിടെ നമ്മൾ അവിടുന്ന് വണ്ടി കയറി. ഈ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. യോയോ പറഞ്ഞ് അവിടെ നിന്ന് യാത്ര തിരിച്ചു നേരെ ടൈഗറിൻ്റെ ഫോട്ടോ എടുക്കാൻ പോവാണ്. ആദ്യം എൻ്റെ ഹസ്ബൻഡാണ് കയറിയത്. ആൾക്ക് പേടിയാണ്, എന്നാൽ ആൾ ഫോട്ടോ എടുത്തു കേട്ടോ. എനിക്ക് ഒരു തൂവലിനെ കണ്ടാലും പോലും ഞാൻ വിറച്ചുള്ളിൽ തലയിറങ്ങി വീഴും. പൂജേനെയൊക്കെ കണ്ട കാറിക്കൊണ്ട് ഓടും. അങ്ങനെയുള്ള ഞാനിത് ടൈഗറിൻ്റെ കൂടെ തൊട്ടൊരുമയിൽ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഇത് നല്ലൊരു അനുഭവമായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പേടിയൊന്നും തോന്നിയില്ല. അത് ഇനിയിപ്പോൾ കാണുമ്പോൾ ഒരു പേടിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ടൈഗറിന് ഫുഡ് എടുക്കാൻ പോവുകയാണ്. 200 ബാത്താണ്, മീറ്റാണ് കൊടുക്കുന്നത്. അവിടെ ചെന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് ഇതിലേക്ക് കറക്റ്റ് ഷൂട്ട് ചെയ്ത് മീറ്റ് താഴെ വന്ന് വീഴും. അവർ വന്ന് കഴിക്കും അങ്ങനെ കേട്ടോ. നമുക്ക് നല്ല ഉന്നമായതുകൊണ്ട് ഈ ടാസ്കിൽ ഞാൻ പങ്കെടുത്തില്ല. അവർ ഇതുപോലെ വെടിവെച്ച് കാണിച്ചു. അങ്ങനെ വന്നത് താഴേക്ക് വന്ന് വീണു. അവർ ചെയ്താണ് കേട്ടോ. അപ്പം നേരെ താഴേക്ക് വീണ ഒരു മീറ്റ് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വിവിധങ്ങളായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് കണ്ടു. പാമ്പിനെയൊക്കെ കഴുത്തിട്ട് നിൽക്കുന്ന കണ്ട് തന്നെ പേടിയായിരുന്നു. അതുകൊണ്ട് വേറെ ഒന്നും ഞാൻ പങ്കെടുത്തില്ല കേട്ടോ. ഇത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മതിയായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ എല്ലാം കണ്ട് നേരെ കറങ്ങി നേരെ ജെയിംസ് ഡിസ്കവറി ചെന്ന് കേട്ടോ. ഈ വണ്ടിയിലാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അവിടെ സ്വർണ്ണം ആദ്യമായിട്ട് ഉണ്ടായതും സ്റ്റോൺസ് വേർതിരിച്ചെടുക്കുന്ന കാഴ്ചകൾ അവർ ഡിസ്പ്ലേ ചെയ്ത് വിവരിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ കണ്ടതും കാണാത്ത ഒരുപാട് സ്റ്റോൺസും ഡയമണ്ട് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് പിന്നെ അവരുടെ മേക്കിംഗ് ഏരിയയിലേക്കാണ് ചെല്ലുന്നത്. അത് മേക്ക് ചെയ്യുന്നതൊക്കെ കണ്ട് അങ്ങനെ നേരെ അവരുടെ ഷോപ്പിലേക്കാണ് ചെല്ലുന്നത് കേട്ടോ. അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കൂ. ഓക്കെ, ബൈ.